Hi friends, today we are going to discuss about the topic of scheme for support for entrepreneurial and managerial development of SMEs through incubators. ഇൻക്യുബേറ്റേഴ്സുകളിലൂടെ SMEൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സംരംഭകത്വത്തിൻ്റെ വികസനവും അതുപോലെ തന്നെ മാനേജീരിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ സ്കീം. അതിന് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കീം: to promote emerging technological and knowledge-based innovative ventures, to seek nurturing of ideas from പ്രൊഫഷണലുകളിൽ നിന്നുള്ള ആശയങ്ങൾ പരിപോഷണം തേടുന്നതിന് ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ വിജ്ഞാന അധിഷ്ഠിത നൂതന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് വൺ വരുന്നതാണ് ടു പ്രൊമോട്ട് ആൻഡ് സപ്പോർട്ട് അൺടാപ്ഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇന്നോവേറ്റേഴ്സ് ആൻഡ് ആൾസോ അസിസ്റ്റ് ഇൻഡിവിജ്വൽ ഇന്നോവേറ്റേഴ്സ് ടു ബിക്കം എ ടെക്നോളജി ബേസ്ഡ് എൻ്റർപ്രണേഴ്സ്. അതായത് വ്യക്തിഗത പുതുമയുള്ളവരുടെ അവരുടെ സൃഷ്ടിക്കാത്ത സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും അതുപോലെ തന്നെ സാങ്കേതിക അധിഷ്ഠിത സംരംഭകനാകാൻ വ്യക്തിഗത പുതുമയുള്ളതിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് അവരുടെ ക്രിയേറ്റിവിറ്റീസിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല വ്യക്തിഗതമായിട്ടുള്ള ഒരു സംരംഭകനാകാൻ, സാങ്കേതിക അധിഷ്ഠിത സംരംഭകനാകാൻ വ്യക്തിഗത പുതുമയുള്ളതിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി തേർഡ് വൺ വരുന്നതാണ് to promote networking and forging linkages with other constituents of the innovations chain commercialization of their development. അതായത് അവരുടെ സംഭവവികാസങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും വാണിജ്യവൽക്കരണത്തിനായി നവീകരണ ശൃംഖലയിലെ മറ്റു ഘടകങ്ങളുമായി നെറ്റ്വർക്കിങ്ങും ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്കീം ബെനിഫിറ്റ്സ് ആൻഡ് ഹൈലൈറ്റ്സ്. സ്കീമിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഹൈലൈറ്റ്സും: ഫണ്ടിങ് സപ്പോർട്ട് ഫോർ സെറ്റിംഗ് അപ്പ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. ബിസിനസ് ഇൻക്യുബേറ്ററുകൾ സജ്ജീകരിക്കുന്നതിനുള്ള ധനസഹായം. അതായത് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ബിസിനസ് റിസോഴ്സും സർവീസും ഒക്കെ തന്ന് ഒരു ഓർഗനൈസേഷന് എൻ്റർപ്രണറിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്ന അത് മൊത്തത്തിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഓവറോൾ മൊത്തത്തിലുള്ള ഒരു കണക്ക് ഫണ്ടിൻ്റെ പരിധി എന്ന് പറയുന്നത് 62.5 ലാക്കാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് അപ്ഗ്രഡേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഫണ്ട് എന്ന് പറയുന്നത് 2.5 ലാക്കാണ്. ഓറിയൻറ്റേഷനും അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കുള്ളത് 1.28 ലാക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണച്ചെലവ് എന്ന് പറയുന്നത് 0.22 ലാക്കാണ്. ടോട്ടൽ അസിസ്റ്റ് മൊത്തത്തിലുള്ളത് 66.5 ലാക്കാണ്. ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി. ആൻ ഇൻഡിവിജ്വൽ ഓർ MSME വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് റെഡി ടു കൊമേഴ്ഷ്യലൈസേഷൻ ക്യാൻ അപ്ലൈ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സാമ്പിൾ IIT, NIT, ടെക്നിക്കൽ കോളേജസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഫണ്ട് സപ്പോർട്ട്. അതായത് വാണിജ്യവൽക്കരണത്തിന് തയ്യാറായ ട്രെൻഡിങ് ആശയങ്ങളുള്ള ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ MSMEക്കും ഫണ്ട് പിന്തുണ ലഭിക്കുന്നതിന് ഹോസ്റ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. IIT ഉണ്ട്, NIT ഉണ്ട്, ടെക്നിക്കൽ കോളേജസ് ഉണ്ട്, ഗവേഷണ സ്ഥാപനങ്ങൾ മുതലായവയൊക്കെയുണ്ട്. ഇവയിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എനി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വാണ്ട്സ് ടു ബിക്കം എ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ അപ്ലൈ ഓഫീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ MSME ഓർ ദർ നിയറസ്റ്റ് MSMEDI ഫണ്ടിങ് സപ്പോർട്ട്. ഒരു ഹോസ്റ്റ് സ്ഥാപകൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാങ്കേതിക സ്ഥാപനത്തിനും ഓഫീസിലേക്ക് അപേക്ഷിക്കാം. വികസന കമ്മീഷണർ അല്ലെങ്കിൽ ധനസഹായത്തിന് അവരുടെ ഏറ്റവും അടുത്തുള്ള MSMEയിലേക്ക് പോകാവുന്നതാണ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. Application can be made by technical institution desirous becoming a host institution once a request proposal expression interest released. അതായത് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ
ഇതൊക്കെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലും അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഇൻട്രസ്റ്റും റിലീസ് ചെയ്തിട്ടുണ്ട്. എനി ഇൻഡിവിജ്വൽ ഓർ MSME ക്യാൻ അപ്ലൈ ഡയറക്ട്ലി ടു ദെയർ നിയറസ്റ്റ് ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ MSMEക്കും അവരുടെ അടുത്തുള്ള ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നേരിട്ട് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്കീം, സപ്പോർട്ട് ഫോർ എൻ്റർപ്രണറിയൽ ആൻഡ് മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് SME സ്കീം ത്രൂ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവൂ. താങ്ക് യു ഓൾ.